അയ്യ വണക്കം. പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ നാട്ടിലെ കമ്മിക്കുട്ടന്മാരുടെയും സുഡാപ്പികളുടെയും കുങ്ങികളുടെയും കാര്യം എന്ന് പറയുന്നത്. ഏതൊരു ഇലക്ഷൻ വന്നാലും ഇവന്മാരെ എടുത്ത് മുമ്പിലിടുന്ന ഒരു തുറുപ്പ് ചീട്ടുണ്ടായിരുന്നു. ആ തുറുപ്പ് ചീട്ടെടുത്ത് ആദ്യം മുമ്പിലോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ ഇവന്മാർ അടുത്ത തുറുപ്പ് ചീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. BJP-യെ പ്രതിരോധിക്കാൻ ഈ തുറുപ്പ് ചീട്ട് ഇവർക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. വേറൊന്നുമല്ല, ഏതൊരു സാധാരണക്കാരനെയും ഏതൊരു പൊതുജനത്തിനെയും നേരിട്ട് ബാധിക്കുന്ന പെട്രോൾ വില വർധനവ് എന്ന് പറയുന്ന തുറുപ്പ് ചീട്ടാണ് ഇവന്മാരെടുത്ത് മുമ്പിലോട്ടിരുന്നത്. കമ്മിയുടെ ഇങ്ങ് വാ നിന്റെ അടുത്ത് തന്നെ ഒരു കാര്യം ചോദിക്കണം, ഇങ്ങ് വാ. ഇപ്പൊ എന്തുകൊണ്ടാണ് നീ പെട്രോൾ വില എടുത്ത് മുമ്പിലോട്ട് ഇടാത്തത് എന്നുള്ളൊരു ചോദ്യം നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. അടിമ കമ്മി ആയതുകൊണ്ടാണ് അതെടുത്ത് മുന്നിലോട്ട് ഇടാത്തത് അണ്ണ എന്ന് മനസ്സിൽ മറുപടി പറയുന്നുണ്ടെങ്കിലും പുറത്ത് ഗ്യാസിന്റെ വില നോക്കണം എന്ന് പറയും എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല വിഷമമുണ്ട് ഈ പെട്രോൾ വിലയൊക്കെ കുറിച്ച് പറയുമ്പോൾ. സത്യം പറഞ്ഞാൽ ഈ പെട്രോൾ വില എന്ന് പറയുന്ന ഈ സാധനം ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ കമ്മിക്കുട്ടന്മാർക്കെല്ലാം. അതുകൊണ്ടാണ് അവർ സുരേഷ് ഗോപിയുടെ താടി വളരുന്നതും രോമം പൊഴിയുന്നതും മാതാവിൻ്റെ ചെമ്പിലെ കിരീടം ചൊരണ്ടി നോക്കാനൊക്കെ പോകുന്നതും കലാമണ്ഡലം ഗോപി ആശാന്റെ പിറകെയൊക്കെ ഓടിപ്പോകുന്നത്. എടാ നാണം ഉണ്ടാണ് നിനക്കൊക്കെ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കേണ്ടത് നാണമുണ്ടോ? നിങ്ങളുടെയൊക്കെ ഒരു അപജയമാണ് അത് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ? എൻ്റെ പൊന്ന് ടീച്ചർമാരെ, എൻ്റെ പൊന്ന് സാംസ്കാരിക നായകരെ, എൻ്റെ പൊന്ന് സാറന്മാരെ, ഒരു MP ആയിട്ട് ഒരാൾ ഒരു സ്ഥലത്ത് മത്സരിക്കാനായിട്ട് നിൽക്കുകയാണ്. വെറുതെ സുരേഷ് ഗോപി അല്ല, വേറെ ആരും വേണമെങ്കിലും എടുത്തോ. ഒരു MP ആയിട്ട് ഒരാൾ ഒരു സ്ഥലത്ത് മത്സരിക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മോഹൻലാൽ, സാങ്കല്പികമാണ്, ഇനി അതിനകത്ത് കയറി കാണാൻ പറയരുത്. മോഹൻലാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ നിൽക്കുകയാണ്. മോഹൻലാൽ അങ്ങനെ മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും മോഹൻലാലിനോട്? മോഹൻലാൽ ഏത് പാർട്ടിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് നിങ്ങൾ നോക്കും. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, മോഹൻലാൽ BJP ആണെങ്കിൽ നിങ്ങളുടെ BJP എന്ന് പറയുന്ന ആ പാർട്ടി തിരുവനന്തപുരം നഗരത്തിൽ ഇതുവരെ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് എന്തോരം വികസനം നടത്തി? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ MP ആയി കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന് എന്തൊക്കെ വികസനങ്ങൾ നടത്തും? ഇനി മൂന്നാമത്തെ ചോദ്യം, മോഹൻലാൽ ഒരു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട MP ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട് 5 വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ലാലേട്ടൻ തിരുവനന്തപുരത്ത് MP ആയിട്ട് വന്ന് നിൽക്കുന്നതെങ്കിൽ ഈ 5 കൊല്ലം തിരുവനന്തപുരത്തിന് വേണ്ടി ലാലേട്ടൻ എന്ത് ചെയ്തു? ഈ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് പകരം ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ സുരേഷ് ഗോപിയോടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, മാതാവിന് കൊടുത്ത കിരീടം ചെമ്പാണോ സ്വർണ്ണമാണോ? നമ്പർ 1. ഗോപി ആശാന്റെ മകൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് കേട്ടല്ലോ, അതിലെന്താണ് നിങ്ങളുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്? നമ്പർ 2. ഇനി മൂന്നാമത്തത്, എന്തിനാണ് താങ്കൾ പ്രവർത്തകരോട് ദേഷ്യപ്പെടുന്നത്? സ്റ്റഫ് അടിക്കൂ, സ്റ്റഫ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഈ വേട്ടാവളിയന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. സുരേഷ് ഗോപിയിലേക്ക് മൊത്തത്തിൽ ചുരുക്കിയാണ് അമ്മാര് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പെട്രോൾ വില എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് തൊടുന്നത് പോലുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം എന്താണ്? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ വില. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാലുള്ളത് നമ്മുടെ പിണറായി വിജയന്റെ നമ്മുടെ ഇതിഹാസം തീർത്ത രാജ പിണറായി സഖാവ് നേത ഇവിടെ കിടന്ന് ഭരിച്ച് മുടിക്കുകയാണ് ചീഞ്ഞിക്കിഴങ്ങ്. അങ്ങനെയാണ് പെട്രോൾ വില കുതിച്ചുയരുന്നത്. 107 രൂപയാണ് കേരളത്തിൽ നിന്ന് പെട്രോൾ വില. 107 രൂപ 54 പൈസ. കമ്മികളുടെ അണ്ണാക്കിലൊക്കെ പിരിവെട്ടിയിരിക്കുകയാണ്. ഇവന്മാർക്കൊന്നും പറയല്ല. കാരണം ഗുജറാത്തിൽ 94 രൂപയാണ് പെട്രോൾ വില. അത് ഞാൻ ശബ്ദം കുറച്ച് പറഞ്ഞാണ്. കാരണം ഗുജറാത്തിൽ അത് വർഗീയ പെട്രോൾ, അത് നമ്മൾ അടിക്കില്ല. ഇവിടുത്തെ മതേതര പെട്രോളാണ്. അത് നമ്മൾ എത്ര വേണോ അടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലെ പെട്രോൾ വില നമ്മൾ കുറച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞാൽ മതി. കേരളത്തിൽ 107 രൂപയാണ് പെട്രോളിൻ്റെ വില. 107 രൂപ. എൻ്റെ പൊന്നു വിജയ, ആ പെട്രോൾ വില ഒന്ന് കുറയ്ക്ക് ദയവ് ചെയ്ത്. സെസ് എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവാതെ നമ്മുടെ കേന്ദ്ര സർക്കാർ കുറയ്ക്കുന്നുണ്ട്. 9 രൂപയാണ് ദീപാവലിക്ക് കഴിഞ്ഞ ദീപാവലിക്ക് നരേന്ദ്രമോദി അവിടെ കുറച്ചത്. 9 രൂപ. എന്നിട്ട് പോലും കേരളത്തിൽ വില കുറച്ചിട്ടില്ല. 9 രൂപ അവിടെ കുറയ്ക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഒരു ചെറിയ തുക ഇവിടെ കുറയും. അല്ലാതെ കേരള സർക്കാർ കുറച്ചതല്ല. അത് കേന്ദ്രം അവിടെ കുറയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായിട്ട് കുറയുന്നതാണ്. എന്നിട്ട് അതെടുത്ത് വെച്ച് ദേശാഭിമാനി വാർത്ത അടിക്കുന്നത് ഇവിടെയും കുറച്ചെന്ന് പറഞ്ഞു. അയ്യോ, പ്രബുദ്ധ ജനം എന്ന് പറഞ്ഞ് ദേശാഭിമാനി വായിക്കുന്ന കമ്മികളെ നമ്മൾ എന്ത് പറയും എന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. എന്ത് തന്നെയായിരുന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പെട്രോൾ വില ഓരോ സംസ്ഥാനങ്ങളുടെയും ഇന്നത്തത് എത്രയാണെന്ന് നമുക്ക് നിർത്തി പരിശോധിക്കണ്ടേ? കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാമെങ്കിലും നമുക്കത് പരിശോധിച്ചേ പറ്റൂ. ഗുജറാത്ത്, വർഗീയ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 94 രൂപ 50 പൈസയാണ്. ഇനി ആഗ്ര, അത് ഉത്തർപ്രദേശ്, ചാണക സംഖ്യ എന്ന് നിങ്ങൾ വിളിക്കുന്ന യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ 94 രൂപയെ പെട്രോളിന് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കണം എൻ്റെ പൊന്ന് കമ്മി ചീനി കിഴങ്ങുകളെ. ഇനി അടുത്തതായിട്ട് ആസാമിൽ 96 രൂപ മാത്രമാണ്. നമ്മുടെ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് അവിടെ ഭരിക്കുന്നത്. വെറും 96 രൂപ മാത്രമേ ഇപ്പോൾ ലിറ്ററിന് അവിടെ പെട്രോൾ വിലയുള്ളൂ. 100 രൂപയിൽ താഴെയാണേ അവിടെയൊക്കെ പെട്രോളിന്റെ വില. ഇനി ഗോവയിലും അവിടെയും BJP ആണ് ഭരിക്കുന്നത്. 95 രൂപ 35 പൈസ.
എത്രയാണ്? 95 രൂപ 35 പൈസ. ഇത്ര മാത്രമേ ഉള്ളൂ പെട്രോളിന് അവിടെ വില എന്ന് പറയുന്നത്. ഇനി ഹരിയാനയിലും 95 രൂപ 38 പൈസ. ഇതാണ് അവിടുത്തെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. ഇനി മുംബൈയിൽ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര മുംബൈ ഒരു വലിയ സിറ്റിയാണ്. അവിടെ 104 രൂപയാണ്. എങ്കിലും അവിടത്തെക്കാട്ടിലും 4 രൂപ 3 രൂപ ഇവിടെ കൂടുതലാണ് പെട്രോളിന് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി കർണാടക, അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. 100 രൂപയാണ് പെട്രോളിന്. 100 രൂപ. അവിടത്തെക്കാട്ടിൽ 7 രൂപയാണ് ഇവിടെ പെട്രോളിന് കൂടുതൽ. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഭരിക്കുന്നു. അങ്ങേരെ അവിടെ ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വലിയ രീതിയിലുള്ള ഒരു നറേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ 100 രൂപയുള്ള പെട്രോളിന് വില. സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന സംഭവമല്ലേ. അവിടെ വെറും 100 രൂപയുള്ളൂ പെട്രോളിന് വില. ഇനി അടുത്തത് മഹാരാഷ്ട്രയിൽ 103 രൂപയാണ് പെട്രോളിന് വില. ഡൽഹി 94 രൂപയാണ് പെട്രോളിന് വില എന്ന് പറയുന്നത്. ഡൽഹി. ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പെട്രോളിന് വില. അവിടെ 109 രൂപയാണ് പെട്രോളിന് വില. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്ന് പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് 107 രൂപ 95 പൈസയാണ്. അതായത് ഏകദേശം 108 രൂപയടക്കം പെട്രോളിന് കേരളത്തിൽ ഇപ്പോൾ ഈടാക്കുന്നുണ്ട്. അതിൽ 2 രൂപ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിണറായി സർക്കാർ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി കേന്ദ്ര സർക്കാർ അവിടെ 10 രൂപ പെട്രോളിന് കുറച്ചാൽ അതിന് ആനുപാതികമായിട്ട് ഇവിടെ ബാലഗോപാലം പിടിച്ച് വലിക്കാതെ തന്നെ കുറയും പെട്രോളിന്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ കേരളം കുത്തുവാള എടുക്കും. കാരണം ഈ പെട്രോളിൽ നിന്ന് സെസ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്ന പൈസ അത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പെൻഷൻ ഇപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത്. സെസ് പിടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഈ പെൻഷൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങി എന്ന് മാത്രമല്ല, ഇത്രയും നാളും പെട്രോൾ വഴി പിടിച്ച ഈ പൈസയൊക്കെ ഏത് വഴിക്ക് വകമാറ്റി എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ പെട്രോളിനെ കുറിച്ച് കമ്മികൾക്കും സുഡാപ്പികൾക്കും കൊങ്ങികൾക്കും ഒന്നും പറയേണ്ട. ആഹാ, എത്ര സംഗീതാത്മകം, എത്ര രസകരം ഈ നിശബ്ദത എന്ന് നമുക്ക് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതിന് നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദിക്ക് ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില നോക്ക്. നിങ്ങൾ ക്രൂഡ് ഓയിലിന് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇപ്പം ക്രൂഡ് ഓയിലിനുള്ളത് എന്നൊക്കെ നീയൊക്കെ പറയുമെന്നറിയാം. ക്രൂഡ് ഓയിലിന് അവിടെ വില കുറഞ്ഞും ഇവിടെ പെട്രോളിന് വില കൂട്ടിയും കൊടുക്കുന്നത് കൊണ്ടാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ ശ്രീലങ്കയെ പോലെ അങ്ങ് വലിയ രീതിയിലുള്ള അരാജകത്വത്തിലേക്ക് പോകാത്തത്. വിവരമുള്ള കമ്പനികളോട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക പ്ലീസ്. അണ്ടൻ കമ്പനികളോടല്ല ഞാൻ സംസാരിക്കുന്നത്, വിവരമുള്ള കമ്പനികൾ, അവരോടൊന്ന് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ 1 കിലോ ആട്ടയ്ക്ക് 3000 രൂപയാണ്. അവിടെ ഇതുപോലെ പെട്രോൾ കൊടുത്തതാണ്. പിന്നെ ഇവിടെ ഈ പെട്രോള് ഈ 94 രൂപ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞെങ്കിലും 94 രൂപയ്ക്ക് ഗുജറാത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കുന്ന അതിൽ നിന്നും കിട്ടുന്ന പൈസ അതൊക്കെ മിച്ചം പിടിച്ചാണ് നമ്മുടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കക്കൂസ് കെട്ടി കൊടുക്കുന്നതായിരിക്കും എന്നായിരിക്കും നീയൊക്കെ പറയുന്നത്. കക്കൂസ് കെട്ടി കൊടുക്കുന്നതല്ല. നിന്റെയൊക്കെ മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസിന് വേണ്ടി നിതിൻ ഗഡ്കരി പാലം കെട്ടിക്കൊടുക്കും. അങ്ങനെ മാഹി ബൈപ്പാസ് പാലമൊക്കെ കെട്ടിക്കൊടുക്കുമ്പം സ്പീക്കറും അതിൻ്റെ തൊട്ടടുത്ത് മൈക്ക് പോലെ നമ്മുടെ റിയാസും മരുമോനൊക്കെ ചെന്ന് ഇങ്ങനെ സെൽഫി എടുത്ത് ഇങ്ങനെ ഗുഡു 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 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതൊക്കെ ഇതിൽ നിന്ന് വരുന്ന പൈസയാണ്. അത് മനസ്സിലാക്കണം പ്ലീസ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് വേറൊരു കാര്യം. 2004 മൻമോഹൻ സിംഗ് കയറുമ്പോൾ പെട്രോളിന് വില 35 രൂപയാണ്. എത്രയായിരുന്നു? 35 രൂപ. 2014 മൻമോഹൻ സിംഗ് ഇറങ്ങുമ്പോൾ പെട്രോളിൻ്റെ വില 80 രൂപയായിരുന്നു. അപ്പോൾ 35 + 80 എത്രയാണ്? എത്ര കൂടി എന്നൊന്ന് കൂട്ടി നോക്കണം. 2014 നരേന്ദ്രമോദി കയറുമ്പോൾ 80 രൂപയാണ് പെട്രോളിൻ്റെ വില. ഇപ്പോൾ 10 വർഷം കഴിയാറായി നരേന്ദ്രമോദി ഭരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഗുജറാത്തിൽ 94 രൂപയാണ് പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. കേരളത്തിൽ പിണറായി വിജയൻ പെട്രോളിന് വില കുറയ്ക്കാത്തത് കൊണ്ട് മാത്രമാണ് പെട്രോളിൻ്റെ വില ഇത്രയും ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ലാൽ സലാം സഖാക്കളെ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.